ഹലോ, നല്ല പോർക്ക് ബെല്ലി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ പ്രിപ്പറേഷൻ ഡീറ്റെയിൽസും മെത്തേഡ്സും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല പോർക്ക് ബെല്ലി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് ഞാൻ ഒരു ഫുൾ പോർക്ക് ബെല്ലി എടുത്തിട്ട് അതിനകത്തോട്ട് സോയാ സോസും കുറച്ച് മസ്റ്റേർഡ് പേസ്റ്റ്, പെപ്പർ, സോൾട്ട്, കുറച്ച് പപ്രിക്ക പൗഡർ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സ്കിൻ പോർഷൻ ആദ്യം ഇട്ടിട്ട് രണ്ട് സൈഡും നല്ല ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ എല്ലാ സൈഡും സീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുത്തു. ആ സൈഡും ആയി കഴിഞ്ഞിട്ട് എല്ലാ സൈഡും ഈവൻലി ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ പോർക്ക് ബെല്ലിയെ എടുത്തിട്ട് ഒരു പ്രഷർ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബാക്കി ലിക്വിഡ് ആ പാത്രത്തിലുണ്ട്, അതും കൂടെ അതിനകത്ത് ഇട്ടിട്ട് എന്നിട്ട് നമുക്കത് കുക്ക് ചെയ്യണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ മാരിനേറ്റ് ചെയ്ത ലിക്വിഡ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ ചെയ്യണം. പ്രഷർ കുക്കർ ഒരു 10 to 15 മിനിറ്റ്സ് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആ പോർക്ക് ബെല്ലി ആ പീസിനെ അങ്ങനെ തന്നെ കുക്ക് ചെയ്ത പോർഷനെ നമുക്ക് മാറ്റണം. എന്നിട്ട് അതിനെ ഒന്ന് ആറാനായിട്ട് വെക്കുക. ആ ലിക്വിഡ് വേറെ നമുക്ക് റിസർവ് ചെയ്യാം. എന്നിട്ട് ആ ലിക്വിഡിനെ ഒന്നും കൂടെ നമ്മൾ തിളപ്പിച്ച് ഒന്ന് വറ്റിക്കണം. അതിനൊന്ന് അത് കുറച്ചും കൂടെ അങ്ങ് വറ്റി വരുമ്പോൾ നല്ല തിക്കൊരു ഫ്ലൂയിഡായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോർക്ക് ബെല്ലി ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ സ്കിന്നുണ്ട്, ആ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റണം. അത് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ സ്ലൈസായിട്ട് മുറിച്ചെടുക്കാം. കുറച്ചും കൂടെ കട്ടിയിൽ മുറിക്കേണ്ടവർക്ക് അതുപോലെ ചെയ്യാം. പക്ഷേ ആ ഫാറ്റ് മേക്ക് ഷുവർ ഫാറ്റ് എല്ലാ പീസിലും വരണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഫാറ്റ് ഇല്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മളതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് അതെല്ലാം അറേഞ്ച് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ ഇങ്ങനെ വറ്റിച്ചെടുത്ത ആ ലിക്വിഡ് ഉണ്ടല്ലോ, ഇത് വെന്ത ലിക്വിഡ് തന്നെ നമ്മൾ അതിനകത്തോട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആ പോക്കിൻ്റെ സ്ലൈസിൻ്റെ മുകളിലെല്ലാം അതിനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓവനിലോട്ടൊന്ന് വെക്കാം. ഓവനിൽ വെച്ച് വരുമ്പോൾ ചൂടാകുമ്പോഴത്തേക്കും ആ ലിക്വിഡ് ഒന്ന് മെൽറ്റായി ആ ഈവൺലി പോക്ക് പീസസിലൊക്കെ ഇങ്ങനെ പിടിച്ചോളും. ആ സമയം കൊണ്ട് നമുക്കൊരു 3-4 സ്പ്രിംഗ് ഓണിയനും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല ഫൈൻ ചോപ്പ് ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ ഗ്രീൻ ചില്ലി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ആ മിക്സ്ചറിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്വാദും കിട്ടും. ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓവണിൽ നിന്ന് ആ ഒരു പകുതി ബേക്കായ ആ പോർക്ക് ബെല്ലിയെ നമുക്ക് ഓവനിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ മിക്സ്ചർ, അതായത് നമ്മൾ ബ്രെഡ് ക്രംസും സ്പ്രിംഗ് ഓണിയനും ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി അതിൻ്റെ മിക്സ്ചറും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടെടുത്ത് അത് കുറച്ചും കൂടെ നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോർക്ക് ബെല്ലിക്ക്. അതും കൂടെ നമുക്ക് അപ്പോൾ ആ ബ്രെഡ് ക്രംസും കൂടെ ഇങ്ങനെ നമ്മൾ ഇനി അതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ആ ബ്രെഡ് ക്രംസ് എല്ലാം കൂടെ ഇങ്ങനെ മൊരിഞ്ഞ് വരും. അപ്പോൾ അതുമ്പോൾ ആ പീസസിലൊക്കെ അതിങ്ങനെ ഈവൺലി കോട്ടഡ് ആയിട്ടിരിക്കും. അപ്പോൾ അതൊരു ഒരു ക്രഞ്ചി ഫീലിംഗ് നമുക്ക് കിട്ടും ആ പോർക്ക് ബെല്ലി നമ്മൾ കഴിക്കുമ്പം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതെല്ലാം ബേക്ക് ചെയ്ത് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഞാൻ അതിന് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ സാലഡും പിന്നെ ഞാൻ ഒരു കോൺ ബേക്ക് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെ എളുപ്പത്തിൽ പോർക്ക് ബെല്ലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.